Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. Hallelujah. 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 Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Praise the Lord. Hallelujah. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. प्यारे परमेश्वर पिता की स्तुति हो. ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ये आशीष भरा हुआ ये शाम के समय के लिए परमेश्वर का धन्यवाद करता हूँ. ഞങ്ങളെ ലൈവിലൂടെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും അഭിഷിക്തന്മാരായ ദൈവദാസന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. हमें इस माध्यम के द्वारा लाइव में देखने वाले सारे पासवानगण सारे विश्वासीगण को प्रभु यीशु मसीह के नाम में प्रेमी सलाम. AG ഇടക്കര ചർച്ചിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്രകാരം ലൈവ് വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഈ സഭയുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PD ഷമുവേൽ, അതുപോലെ യുഎയിലായിരിക്കുന്ന പാസ്റ്റർ ജോർജ് പാസ്റ്റർ, ജോവൽ ബ്രദർ, എല്ലാവർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. इस माध्यम में आने के लिए हमें जो सौभाग्य मिला, ये मौका दिया हुआ जो एडकरा जगह का जो AG चर्च के पासवान और UAE से विभिन्न भाई लोग जो जुड़कर ये कार्य को कर रहे हैं, उन सबको यीशु मसीह के नाम में धन्यवाद. കർത്താവ് എല്ലാവരെയും ഇന്ന് രാത്രിയിൽ വചനത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. यही हमारी प्रार्थना है कि आज शाम के समय प्रभु आप सबको परमेश्वर के वचन से आशीष करे. ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर ने दिया हुआ छोटी सी एक सोच आप सबके सामने रखना चाहते हैं. അതിനാധാരമായി യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. The book of Jeremiah chapter 2 verse 13. आज के मनन के लिए हम सब पवित्र शास्त्र को खोलेंगे. यिर्मयाह का पुस्तक 2रा अध्याय उसका 13वीं कलम. ഞാനിവിടെ വായിക്കുകയാണ്. എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. क्योंकि मेरी प्रजा ने दो बुराइयां की है. उन्होंने मुझे बहते जल के सोते को त्याग दिया है और उन्होंने होंद बना दिया है, वरना ऐसा होदा जो टूटा जाएगा है और जिनमें जल नहीं रह सकता. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് യഹോവയായ ദൈവം യിരെമ്യാവിലൂടെ അരുളപ്പാട് നൽകുകയാണ്. यहाँ पे परमेश्वर की आत्मा जो भविष्यवक्ता यिर्मयाह के द्वारा बात कर रही है. ദൈവത്തിന്റെ വലിയ ഒരു പെയിൻ ഇവിടെ വെളിപ്പെടുകയാണ്. परमेश्वर का एक बड़ा दर्द हम यहाँ पे देख सकते हैं. നമുക്കിതിന്റെ പശ്ചാത്തലം അറിയാം. इसका पृष्ठभूमि को हम जानते हैं. യഹോവയായ ദൈവത്തെ ആരാധിക്കേണ്ട ജനം, पिता परमेश्वर की स्तुति आराधना करने के लिए जो लोग चुना गए थे, ദൈവത്തെ വിട്ടുകളഞ്ഞിട്ട് वो परमेश्वर को छोड़कर അന്യ ദൈവങ്ങളുടെ പിറകെ പോയിരിക്കുകയാണ്. दूसरे भगवानों के पीछे या फिर मूर्ति पूजा के पीछे चले गए. അവർ ഐഡൽസിനെ വർഷിപ്പ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. उन लोग मूर्ति की पूजा करने लगे. അവർ ബിംബാരാധന തുടങ്ങിയിരിക്കുന്നു. उन लोग जो है पत्थर की आराधना करने लगे. ഈ സമയത്താണ് ഇരുന്നത്. यही समय में परमेश्वर की आत्मा अपने लोगों से बात അപ്പോൾ कर रही है. ദൈവത്തിന്റെ ആത്മാവ് യിരെമ്യാവിലൂടെ വിളിച്ചു പറയുകയാണ്, तब परमेश्वर की आत्मा यिर्मयाह से ऐसा कहता है. എന്റെ ജനം വലിയ വലിയ രണ്ട് പാപങ്ങൾ ചെയ്തിരിക്കുന്നു. वो ऐसा कहते हैं कि मेरी प्रजा ने तो दो बड़ी बुराइयां की है. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. उन्होंने मुझ बहते जल के सोते को त्याग दिया है. ദൈവത്തിന്റെ ഒരു വലിയ പെയിൻ ഇവിടെ ദൈവാത്മാ വെളിപ്പെടുത്തുകയാണ്. यहाँ पे परमेश्वर की एक गहराई से लगा हुआ एक दर्द को दर्शाता है. അവർ എന്നെ തള്ളിക്കളഞ്ഞു ഉപേക്ഷിച്ചു. वहां पे लिखा है उन्होंने मुझे त्याग दिया. എന്തുകൊണ്ടാണ് ദൈവം ഇത്രയധികം വേദനയോടെ ഈ കാര്യം പറയുന്നത്? क्यों परमेश्वर इतने दर्द के साथ ये बात को आगे रखता है? ദൈവം ഇത് പറയുന്നതിന്റെ റീസൺ, ഈ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. പ്രിയമുള്ളവരെ, परमेश्वर ऐसा कहता है इस प्रकार क्योंकि ये जो लोग है वो परमेश्वर का खुद का लोग है. ദൈവം പണിതെടുത്ത, ദൈവം വിളിച്ചിറക്കിയ, ദൈവം സെലക്ട് ചെയ്ത, ദൈവത്തിന്റെ പദ്ധതിയിലൂടെ കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ഇപ്പോൾ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നത്. परमेश्वर ने बनाया हुआ, परमेश्वर ने चुना हुआ, परमेश्वर की योजना को आगे ले चलने के लिए चुना हुआ ये लोग थे. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തം ജനമായതുകൊണ്ടാണ് ദൈവത്തിന് ഈ പെയിൻ.
परमेश्वर के खुद के लोग होने की वजह से परमेश्वर को इतना दर्द है। നമുക്കറിയാം ന്യൂ ടെസ്റ്റ്മെന്റിൽ മുടിയനായ പുത്രന്റെ കാര്യം പറയുന്നുണ്ട്. हम सब जानते हैं नए करार में उड़ाऊ पुत्र के बारे में। ആ മുടിയനായ പുത്രൻ ഭവനത്തിൽ ഇറങ്ങിപ്പോയപ്പോൾ അപ്പൻ വേദനിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. जब वो उड़ाऊ पुत्र अपना घर छोड़कर चला गया तब वो पिता कितना दुखित होता है हम देख सकते ആ हैं। വീട്ടിൽ നിന്ന് പല വേലക്കാർ പല തവണയായി വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. उस घर में तो कई बार कई लोग जो है काम करने वाले या कई अनेक प्रकार के लोग उस घर पे आना जाना करते थे। പക്ഷെ ഈ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എന്തുകൊണ്ടാണ് അപ്പനെ അത് ബാധിച്ചത്? लेकिन ये जो बेटा जब घर छोड़ के गया तभी क्यों पिता को इतना दुख हुआ? അതിന്റെ കാരണം ആ മകൻ അപ്പന്റേതായതുകൊണ്ടാണ്. वो दर्द होने का कारण यही है कि वो जो निकल गया वो आदमी कोई और नहीं, उस पिता का बेटा ही ഇന്ന് था। രാത്രി പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, ഞാനും നിങ്ങൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ് നമ്മുടെ പിന്മാറ്റം ദൈവത്തിന് വേദനയാകുന്നത്. मैं आज शाम को आप सबको बता दूं, हम लोग जब परमेश्वर से दूर जाते हैं तब परमेश्वर को दर्द होता है, क्योंकि हम जो है परमेश्वर के चुने हुए संतान Praise हैं। the Lord. ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് ദൈവത്തിന്റെ ആ ശരണം വിട്ട് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മളെ लगता है कि कोई भी आज परमेश्वर की उपस्थिति से दूर गया है तो आप जान लेना परमेश्वर दुखित है। നമുക്കറിയാം അതേ പാരബിളിനകത്ത് ദൈവം കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് ഒരു ഉപമ പറയുന്നുണ്ട്. उसी जगह में परमेश्वर दूसरा एक उपमा कहता ആ है। ഭാഗത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ആടിന്റെ ഉപമയാണ് പറയുന്നത്. वहां पे जो है खोया गया हुआ एक भेड़ के बारे में दृष्टांत कहता है। നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആ ഇടയൻ നഷ്ടപ്പെട്ടു പോയ ഒരു ആടിന്റെ പുറകെ പോയത്? हम कई बार सोचते हैं कि वो जो चरवाहा एक खोया हुआ एक भेड़ के पीछे क्यों जाता അത് है? മണ്ടത്തരമായ കാര്യമല്ലേ? ഇവിടെ 99 ആടുണ്ടായിരിക്കെ ആ 99 ആടുകളെ ഇവിടെ വിട്ടിട്ട് ആ ഒരു ആടിന്റെ പുറകെ പോയത് മണ്ടത്തരമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. कई बार हम ऐसा सोचते हैं कि वो कितनी मूर्खता की बात है कि नेवानो जो भेड़ थे उनको सबको छोड़कर एक के पीछे वो चरवाहा जाता है। എന്നാൽ പ്രിയമുള്ളവരെ, ആ ഇടയൻ അറിയാം ആ ആട് പോയതിന്റെ വേദന എന്തെന്ന്. लेकिन मेरे प्यारे, वो चरवाहों को पता है कि एक भेड़ को जाने का खो जाने का दर्द क्या होता है। കണ്ടു നിൽക്കുന്നവർക്ക് വേദന ഉണ്ടാകില്ല. जो देखे खड़े रहते उनको कोई दर्द नहीं होता। ആ ആട് നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നയാൾക്ക് വേദന ഉണ്ടാകണമെന്നില്ല. वो भेड़ खो गया करके जो सुनते हैं उनको भी कोई दर्द नहीं होता। പക്ഷെ ആ ആട് നഷ്ടപ്പെട്ടു പോയ ഇടയന്റെ ഹൃദയത്തിനകത്ത് വേദനയാണ്. लेकिन वो जो भेड़ खो गया जिसका वो भेड़ था उस चरवाहा को बहुत दर्द होता എത്ര है। പേർക്ക് ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന സന്ദേശം മനസ്സിലാകുന്നുണ്ട്? कितने लोगों को आज यहाँ पे कहा गया वो वचन को समझ में आ रहा അവൻ है? എല്ലാവർക്കും നമ്മൾ നഷ്ടപ്പെട്ടതിന്റെ വേദന തിരിച്ചറിയാൻ കഴിയില്ല. सारे लोगों को हम अगर खो जाएंगे उसका दर्द नहीं होगा। എന്നാൽ നമ്മുടെ ഉടയവന് നമ്മുടെ നഷ്ടം വേദനയാണ് പ്രിയമുള്ളവരെ. लेकिन हमारा सृष्टिकर्ता को अगर हम खो जाएंगे तो उनको बहुत दर्द होता है। ഹല്ലേലൂയ. ആ ഇടയൻ ആ ആടിനെ തേടി പോയതിന്റെ റീസൺ ആ ആട് ആ ഇടയന്റേതായതുകൊണ്ടാണ്. वो चरवाहा उस एक भेड़ के पीछे गया उसको ढूंढते हुए, उसका कारण यही है कि वो एक बर्ड उसका खुद का था। എന്തുകൊണ്ടെന്ന് അറിയാമോ? അഭിഷക്തന്മാരിലൂടെ ദൈവവൃദ്ധന്മാരിലൂടെ മടങ്ങി വരവിന്റെ സന്ദേശം, തിരിച്ചു വരുവാനുള്ള സന്ദേശം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്നത്. आप जानते हैं क्यों अभिषेक लोगों के में से परमेश्वर की आत्मा बात करते हैं उन लोगों से कि तू वापस आ जा परमेश्वर के पास। എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇരമ്യാവിലൂടെ തന്റെ ജനത്തോട് മടങ്ങി വരുവാൻ പറയുന്നത്? क्यों परमेश्वर यिर्मयाह भविष्यवक्ता के द्वारा अपने लोगों से कहता है कि तू वापस लौट आ? അതിന്റെ കാരണം ആ ജനം ദൈവത്തിൻ്റെതായതുകൊണ്ടാണ്. उसका कारण सिर्फ यही है कि वो जो लोग, वो जो जून वो परमेश्वर का है। എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ സന്തതിയായ ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം, ദൈവത്തിന്റെ ആ പാഷൻ, പെയിൻ ഇതാണെങ്കിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പെയിനും ദൈവത്തിന്റെ പാഷനും എത്ര വലിയതാണ്. हमारे प्यारे लोग आज हमें जो सुन रहे हैं, आप जरा ध्यान दीजिए, जो इस्राएल जो लोग थे, जो अब्राहम का संतान था, उनके लिए अगर परमेश्वर को इतना दर्द है तो हम जो नया करार के लोग हैं, परमेश्वर के संतान, तो परमेश्वर को कितना दर्द होगा। ദൈവം വാക്കിനാൽ ഉടമ്പടി ചെയ്ത അബ്രഹാമിന്റെ സന്തതിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം ഇത്ര വലിയതാണെങ്കിൽ, അവരുടെ നഷ്ടം ദൈവത്തിന് ഇത്ര വേദനയാണെങ്കിൽ, തന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ
അംഗങ്ങളായ നമ്മുടെ പിന്മാറ്റം നമ്മുടെ പിതാവിന് എത്ര വലിയ വേദനയാണ്. ഹല്ലേലൂയ. परमेश्वर पिता परमेश्वर अपने जीभ से दिया हुआ एक वाचा को रखने के लिए उस वाचा के जो संतान थे उनके लिए इतना दर्द है, तो अपना एकलौता पुत्र जिसने अपना जान देकर उनके लहू से हमें चुन लिया है, उनके लहू से हमें बचाया है, तो हमारे लिए कितना दर्द पिता को होगा. എത്ര പേർ ഇന്ന് രാത്രി കർത്താവിനോട് പറയും, कितने लोग आज रात को कहेंगे കർത്താവേ ഞങ്ങൾ മടങ്ങി വരികയാണ്. कि परमेश्वर हम वापस लौट ഇത് आते हैं. കേവലം ആ ചർച്ചിനോടുള്ള സന്ദേശമല്ല, എന്നെ ലൈവിലൂടെ കാണുന്ന ആമേൻ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, ആ ആദ്യ സ്നേഹത്തിലേക്ക്, ആ ദൈവകൃപയിലേക്ക്, ആ കർത്താവിന്റെ ആമേൻ ആ പരിപാലനത്തിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. आज रात को हम जो प्रचार कर रहे हैं ये वचन सिर्फ इस कलीसिया के लिए नहीं है, बल्कि जो लोग हमें सुन रहे हैं, आप एक एक जन के लिए, क्योंकि ये मुख्य बात है कि हम एक एक जन जो परमेश्वर के संतान है वापस परमेश्वर के पास लौट आए. അന്ന് ദൈവമക്കൾ അവരുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന ദൃശ്യമായ ഒരു ജാതീയ ദേവന്റെ പുറകെ പോയി, അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിന്റെ പുറകെ പോകുവാനിടയായി. उस समय के जो लोग थे वो लोग जो अपने आंखों से देख सकता है एक मूर्ति के पीछे उनकी पूजा करने के लिए चल बसे. എന്നാൽ ഇന്ന് പല ദൈവമക്കളും അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്തെ കീഴടക്കിയിരിക്കുന്ന പല വിഗ്രഹങ്ങളുടെ സേവയിലാണ്. लेकिन आज के लोग इस प्रकार में फंसे हुए हैं कि जहां पे परमेश्वर वास करना है उस जगह पे दूसरे प्रकार की चीज के वास होता है. ദൈവത്തിന്റെ സ്ഥാനത്തെ, ദൈവത്തിന്റെ ആ പൊസിഷനെ അവൻ മാറ്റി ആ സ്ഥാനത്തിരിക്കുന്നതെല്ലാം ഒരു വിഗ്രഹം തന്നെയാണ്. पिता परमेश्वर जहां बैठना चाहिए उस जगह में और कोई भी चीज रखो वो सारी चीज की मूर्ति पूजा ही कहा അത് जाएगा. സോഷ്യൽ മീഡിയ ആയിക്കൊള്ളട്ടെ, അത് ഫേസ്ബുക്ക് ആയിക്കൊള്ളട്ടെ, അത് വാട്സാപ്പ് ആയിക്കൊള്ളട്ടെ, അത് ഏതെങ്കിലും ഫെലോഷിപ്പ് ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ മാറ്റി നമ്മുടെ കർത്താവിൽ നിന്ന് അകറ്റി അവന്റെ പൊസിഷൻ എടുക്കുന്ന ഇതെല്ലാം വിഗ്രഹം തന്നെയാണ്. आज रात को हम कहना चाहते हैं कि सारे लोग सुन लेना कि जो लोग जो चीजें फेसबुक क्यों ना हो, व्हाट्सएप क्यों ना हो, कोई भी सोशल मीडिया के कुछ भी कार्य क्यों ना हो, या फिर कोई संगति क्यों ना हो, वो सारे चीज जो पिता परमेश्वर का जगह लेता है वो सारे चीज मूर्ति पूजा के तुल्य है. അപ്പൊ പരിശുദ്ധാത്മ പറയുന്നു നമ്മൾ മടങ്ങി വരണം. तो पवित्र आत्मा कहता है हमें वापस लौट आना है. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. पहला पत्रोस के लिखा हुआ पत्री उसका दूसरा अध्याय में ऐसा लिखा है. Amen. 1 Peter chapter 2 verse 25. पहला पत्रोस दूसरा का 25. Amen. നിങ്ങൾ തെറ്റി ഉലയുന്ന ആടുകളെ പോലെയായിരുന്നു. क्योंकि तुम पहले भटकी हुई भेड़ों के समान थे. ഇപ്പോഴോ अभी നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും अपने प्राणों के रखवाले അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. और अध्यक्ष के पास लौट आए हैं. നോക്കിക്കേ, പത്രോസ് പറയുകയാണ്, यहाँ पे पत्रस कहता है നമ്മൾ തെറ്റിപ്പോയവരായിരുന്നു, हम भटके हुए थे എന്നാൽ മടങ്ങി വന്നിരിക്കുന്നു. लेकिन अभी वापस आ गए. എവിടെ മടങ്ങി വന്നിരിക്കുന്നു? और कहाँ पर वापस आए? To the guardian of our soul. वो जो प्राणों का रखवाला है. Praise the Lord. Hallelujah. എത്ര പേർ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കും? कितने लोग आज रात को प्रार्थना കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ परमेश्वर ये जब वचन सुनते हैं അങ്ങയുടെ സ്നേഹത്തിലേക്ക്, आपके उस प्यार में, ആ ഇടയന്റെ സംരക്ഷണത്തിലേക്ക് उस चरवाहे के संभालने മടങ്ങി में വരുവാനെ ഇടയാക്കണമേ. हमें वापस लौटने के लिए सहायता അങ്ങനെ करें. പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ. ऐसा प्रार्थना करने वाले एक क्षण सब अपने जगह में ഞാൻ प्रार्थना ഇന്ന് करें. രാത്രി വിശ്വസിക്കുന്നു, ആമേൻ, ദൈവത്തിന്റെ ആ സ്നേഹം നിങ്ങളെ ഇന്ന് രാത്രി മൂടുകയാണ്. मैं विश्वास करता हूँ कि आज रात के इस समय परमेश्वर का वो अनोखा प्यार आपके चारों ओर हो रहा है. ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. वहाँ पे ऐसा लिखा है उन्होंने मुझे जो बहते जल के सोते को त्याग दिया है. The fountain of living waters. वो जो सोता है जीवते जल का. God says, who am I? परमेश्वर कहता है मैं कौन? Who am I? मैं कौन? And the fountain of living water. मैं वो सोता हूँ जिसका जीवित पानी निकलता है. Hallelujah. 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 നമ്മുടെ ദൈവം ഉറവയാണ് പ്രിയമുള്ളവരെ. हमारा परमेश्वर एक सोता है मेरे എന്താ प्यारे. ഒരു ഉറവ എന്ന് പറഞ്ഞാൽ? एक सोता का मतलब क्या होता What do you है? mean by the fountain? It's a source. वो जो सोता का मतलब कह सकते हैं कि जहां से शुरुआत होती है. അത് തന്നെയാണ് സങ്കീർത്തന 36-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പറയുന്നത്. वही भजन संहिता में लिखा गया है. For with you is the fountain of life. God is the source of life.
क्योंकि जीवन का सोता तेरे ही पास है, तेरे प्रकाश के द्वारा ही होगा। എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? कितने लोग आज विश्वास करेंगे? നമ്മുടെ ദൈവം ഉറവയാണ്. हमारा परमेश्वर एक श्रोता है। പ്രിയമുള്ളവരെ, ഇന്നലകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം എന്തെന്നറിയാമോ? मेरे प्यारों, पिछले दिनों में आपको सारे आशीषें मिली, किसका कारण क्या? You know why you are blessed yesterdays? आपको पता है कि पिछले दिनों में आप क्यों इतने आशीषित हुए? ഇന്നലകളിൽ നമ്മുടെ ദൈവം നമ്മുടെ ഉറവയായതുകൊണ്ടാണ് നമ്മുടെ ആവശ്യങ്ങളിൽ മുടക്കം സംഭവിക്കാതിരുന്നത്. पिछले दिनों में हमारा परमेश्वर हमारा श्रोता बनकर रहा, इसलिए हमारे सारे जरूरत की पूर्ति हुई। എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കും? कितने लोग आज रात को विश्वास करेंगे? ഇന്നലകളിലെ നന്മ മുടങ്ങാഞ്ഞത്, पिछले दिनों का जो आशीष का रुकावट नहीं हुआ, ഇന്നലകളിൽ ആമേൻ ദൈവം മാനിച്ചത്, पिछले दिनों में परमेश्वर ने जो सम्मान दिया, ഇന്നലകളിൽ പുത്തൻ വഴികൾ തുറന്നത്, पिछले दिनों में जो नए नए द्वार खुल गए, ചിന്തിക്കാത്തത്, നനയ്ക്കാത്തത്, വിചാരിക്കാത്തത്, ഹൃദയത്തിൽ ആമേൻ നനയ്ക്കാത്തത് നമുക്ക് വേണ്ടി തുറന്നു വന്നതിന്റെ കാരണം യഹോവയായ ദൈവം നമ്മുടെ ഉറവയായിരുന്നത് കൊണ്ടാണ്. पिछले दिनों में हमने जो सोचा नहीं, हमने जो इच्छा भी नहीं की, अपने सपने में भी नहीं आया, उस प्रकार का बड़ा बड़ा कार्य परमेश्वर ने हमारे जीवन में किया। उसका एक ही कारण है, क्योंकि परमेश्वर वो श्रोता बनकर हमारे जीवन में था। ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, आज रात को वचन सुनने वाले परमेश्वर के लोग से मैं कहूं, അവന്റെ കൈക്കീഴിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, ആ സ്നേഹത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, अगर उनके हाथ के नीचे हम रहते हैं, उनके प्यार के नीचे हम शरण लेते हैं, ദൈവം നിങ്ങൾക്കൊരു ഉറവയായി മാറുകയാണ് ഇന്ന് രാത്രി. आज रात को परमेश्वर आपके लिए एक श्रोता बन रहा ഓ है। രഗദനഗഡഗദന, ഇന്ന് രാത്രി എത്ര പേർ ഈ വചനം സ്വീകരിക്കാൻ തയ്യാറാണ്? कितने लोग आज रात को ये वचन को ग्रहण करेंगे? ഇന്നലകളിൽ ശൂന്യതയായിരിക്കാം, पिछले दिनों में शायद आपको सब कुछ खालीपन की अवस्था ഇന്നലകളിൽ था, നഷ്ടത്തിന്റെ അനുഭവങ്ങളായിരിക്കാം. पिछले दिनों में सब कुछ नष्ट हो रहा പക്ഷെ था, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ദൈവം നിങ്ങൾക്ക് ഒരു ഉറവയായി മാറാൻ പോകുകയാണ്. बल्कि आज रात को परमेश्वर की आत्मा एक एक जन से कह रहा है कि आज परमेश्वर आपके लिए एक श्रोता बन रहा है। ചിലത് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഉത്ഭവിക്കാൻ പോകുകയാണ്. कुछ कई चीजें आज रात को जो है उत्पन्न हो रहा है, ആമേൻ, ഉത്ഭവിക്കാൻ പോകുകയാണ്. उत्पन्न हो रहा है। മരുഭൂമിയിൽ നീരുറവകൾ തുറക്കാൻ പോകുകയാണ്. जहाँ पे मरुभूमि का अवस्था है, कहीं निकाला निर्जल माना, का अवस्था है, वहाँ पे हल्लुया। परमेश्वर रास्ता खोल रहा है। ആമേൻ, ഹല്ലേലൂയ. ഹാഗാറിന് വേണ്ടി അവൻ തുറന്നു, हागार के लिए परमेश्वर ने खोला, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവൻ വഴി തുറന്നു, इस्राएल की जनता के लिए उन्होंने रास्ता खोला, യോർദാന്റെ മുമ്പിൽ അവൻ വഴി തുറന്നു, योरदान के सामने रास्ता खोला, തന്റെ ജനത്തിനു വേണ്ടി വഴി തുറന്നു. अपने लोगों के लिए उन्होंने बहुत मार्ग खोले। ഇന്ന് രാത്രി ദൈവം ചില വഴി തുറക്കുകയാണ്. उसी प्रकार आज रात को परमेश्वर अनेक मार्ग खोल रहा है। ഉറവ തുറന്നു വരികയാണ് യേശുവിന്റെ നാമത്തിൽ. यीशु के नाम में स्रोत खुल रहा है। ഇതൊരു പ്രവചനവാക്കായി ഹൃദയത്തിനകത്ത് സ്വീകരിച്ച് ആത്മാവിൽ വിശ്വസിക്കാൻ കഴിയുന്ന ദൈവസഭയിലെ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. आज रात को ये जो वचन सुनते हैं, इसी समय ये वचन को भविष्यवाणी के द्वारा जो स्वीकार करके प्रार्थना करते हैं, वो सारे लोगों के लिए मैं धन्यवाद करता He हूँ। is the fountain, he is the source, the spring of living water. वो जो है वो एक श्रोता है, वो जीवित जल का श्रोता है। ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ജീവജലത്തിൽ നിന്ന് അവൻ പാനം ചെയ്യുന്നവർക്ക് ഒരു നാളും ദാഹിക്കയില്ല. उस जीवित जल में से जो भी पीता है वो कभी भी प्यासा नहीं होता। അവർ ദാഹിക്കയില്ല. वो कभी प्यासा नहीं होता। ആമേൻ. നമ്മുടെ കർത്താവ് ജീവജലത്തിന്റെ നദിയാണ്. हमारा जो पिता है वो जीवित जल का नदी है। ആമേൻ. നമ്മുടെ ദൈവം ജീവജലമാണ്. वो जो है जीवित जल है। ആമേൻ. He is the living water. वो एक जीवन का जल है। ആമേൻ. വേഗത്തിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ ആമേൻ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ ആമേൻ 10-14 വാക്യങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. आपका ध्यान अभी यूहन्ना रचित सुसमाचार 4 अध्याय 10 और 14 कलम में लेके आना चाहता അവിടെ हूँ। ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു. वहाँ पे परमेश्वर की आत्मा ऐसा कहता है, യേശു പറഞ്ഞു, यीशु ने उत्तर दिया, നീ ദൈവത്തിന്റെ ദാനമെന്നും यदि तू परमेश्वर के वरदान को നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ और अगर कोई तुझे पूछता है कि कौन पिएगा, നീ എന്നോട് ചോദിക്കുകയും आप मुझसे पूछकर അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. और वो तो जीवन का जल देता। യേശു ശമരിയ സ്ത്രീയോട് പറയുകയാണ്, यहाँ पे सामरी स्त्री से कहता है, നിന്നോട് സംസാരിക്കുന്ന ആരെന്ന് നിനക്കറിയാമോ? तू जानता है तो किससे बात कर रही है? ആമേൻ. ഹല്ലേലൂയ. ജീവജലത്തിന്റെ നദി, वो जीवन जल, ജീവജലമാണവൻ. वो जीवन का जल है। 14-ാമത്തെ വാക്യം, 14 कलम में ऐसा लिखा, ഞാൻ കൊടുക്കുന്ന വെള്ളം मैं जो देता हूँ കുടിക്കുന്നവനോ जो भी पिएगा ഒരു നാളും ദാഹിക്കുകയില്ല. वो कभी भी प्यासा ना होगा। ഞാൻ കൊടുക്കുന്ന വെള്ളം मैं जो जल देता हूँ അവനിൽ നിത്യജീവനിലേക്ക്
उन्हें जो अनंत जीवन में പൊങ്ങി വരുന്ന उमड़ता रहेगा, നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. उस प्रकार का सोता बन जाएगा. നോക്കിക്കേ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, यहाँ पे परमेश्वर की आत्मा कहता है, യേശു പറയുന്നു, यीशु कहता है, ഞാൻ കൊടുക്കുന്ന വെള്ളം. मैं जो पानी देता हूँ. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ആത്മാവ് യിരെമ്യാവിൽ പറയുന്നു, യഹോവയായ ദൈവം നീരുറവയാണ്, ജീവജലത്തിന്റെ നീരുറവ. शुरुआत में मैंने कहा, यिर्मयाह भविष्यवक्ता के द्वारा परमेश्वर कहता है कि मैं जो है जीवित जल का श्रोता हूँ. യേശുവിടെ പറയുന്നു, और यहाँ पे कहते हैं, ഞാൻ കൊടുക്കുന്ന ജീവജലം मैं जो पानी देता हूँ, അവൻ കുടിക്കുകയും वो जो पीता है അവനിൽ और उनके अंदर നീരുറവയായി, वो श्रोता बनकर ആമേൻ, അത് പുറത്തു വരുന്നു. वो बाहर उमड़ आता है. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന നിങ്ങളുടെ അകത്ത് ഒരു നീരുറവയായി പുറത്തു വരാൻ പോകുകയാണ്. मेरे प्यारो, आज रात को जो लोग ये वचन को सुन के ग्रहण करते हैं, आपके जीवन में ये वचन एक श्रोता बनकर खुल रहा है. പലപ്പോഴും നമ്മൾ ദാഹിച്ചിട്ടില്ലേ? कई बार हम प्यासे हुए हैं. ഹല്ലേലൂയ. हालेलुया. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, लेकिन पवित्र आत्मा कहता है, കം ബാക്ക്, वापस लौटा, കം ബാക്ക്, वापस लौटा, മടങ്ങി വരിക. वापस लौटा. എങ്ങോട്ട് മടങ്ങി വരണം? और कहाँ पे लौटाना है? ടു ദ ഫൗണ്ടൻ ഓഫ് ലിവിംഗ് വാട്ടർ. उस श्रोता की ओर जो जीवन का जल ആ है, നീരുറവിലേക്ക് മടങ്ങി വരിക. उस जीवता जल की ओर. അവൻ നിങ്ങൾക്ക് വെള്ളം തരും, वो आपको उस जीवन पानी देगा. അത് നിങ്ങൾ കുടിക്കും, वो पानी को आप पिएंगे നിങ്ങളിൽ അത് വർദ്ധിച്ചു വരും. और उस पानी आपके जीवन में उमड़ता रहेगा നിങ്ങൾ ഒരു നീരുറവയായി മാറും. और आप खुद एक श्रोता बन എന്നെ जाएंगे. കേൾക്കുന്ന പ്രിയമുള്ളവരെ, मेरे प्यारे लोग, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, हमारा परमेश्वर का ये कार्य है. എന്നെയും നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. हमारा परमेश्वर ऐसा एक परमेश्वर है कि वो हम एक एक जन का उपयोग करना चाहता है. നാം അവന്റെ അരികിൽ വന്ന് അവനിൽ നിന്ന് പാനം ചെയ്തു കഴിയുമ്പോൾ हम जब उनके पास आकर उनमें से पीते हैं ദൈവം നമ്മളിൽ നിന്ന് ആ വെള്ളത്തെ ഓവർഫ്ലോ ചെയ്യുമാറാക്കും. और तभी परमेश्वर हमारे में से वो पानी का उमड़ाता है. ഞാൻ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, आज रात को विश्वास के साथ में घोषणा करता നിങ്ങൾ हूं, ആയിരിക്കുന്ന സംസ്ഥാനത്ത് നിങ്ങൾ ദൈവത്തിന്റെ ജീവജല നദിയാകാൻ പോകുകയാണ്. आप जिस राज्य में हैं उस राज्य में आप लोग जीवता पानी बनने वाले हैं. നിങ്ങളിലൂടെ കർത്താവിന്റെ സ്നേഹം ഒഴുകാൻ പോകുകയാണ്. और आप में से वो प्यार बाहर निकलने वाला है. നിങ്ങളിലൂടെ കർത്താവിന്റെ ജീവജല നദി ഒഴുകാൻ പോകുകയാണ്. और आप में से परमेश्वर का वो जीवता जल उतरने वाला है. നിങ്ങൾ അനേകരുടെ ദാഹം മാറ്റാൻ പോകുകയാണ്. और आपके द्वारा अनेकों का प्यास बुझने वाला ഇന്ന് है. രാത്രി വിശ്വസിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? आज रात को विश्वास करने वाले कितने प्यारे लोग हैं. യേശു പറയുന്നു, यीशु कहता है, എന്നിൽ വിശ്വസിക്കുന്നവൻ मुझ पर जो विश्वास करता है അവനിൽ നിന്ന് उनमें से ജീവജലത്തിന്റെ നദി പുറപ്പെടും. जीवन का जल का नदी बहेगा. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ, ഇനി യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വന്നേ. हम वापस यिर्मयाह की पुस्तक में आएंगे. അവിടെ രണ്ടാമത്തെ പാപം എന്തെന്നറിയാമോ? वहां पे जानते हैं दूसरा बुराई क्या है? ആമേൻ. ആ വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇങ്ങനെയാണ്, उस वचन का दूसरा भाग में ऐसा लिखा है, വെള്ളമില്ലാത്ത കിണറുകളെ होद बना दिया है जिसमें पानी नहीं, പൊട്ടക്കിണറുകളെ തന്നെ കുടിച്ചിരിക്കുന്നു. वरना ऐसा हो जो टूट गया है. നോക്കിക്കേ, ഇൻസ്റ്റഡ് ഓഫ് കമ്മിങ് ബാക്ക്, वापस लौटने के बावजूद അവർ നീരുറവയിലേക്ക് മടങ്ങി വരേണ്ടതിന് പകരം वापस जीवते जल में श्रोता में आने के गए ഇവരെന്ത് ചെയ്തെന്നറിയാമോ? उन्होंने क्या किया पता ഇവർ है? കിണർ കുഴിക്കുക, वहां पे उन लोग जो है एक होंदा बनाता है, അവർ വെല്ലുണ്ടാക്കുക. वहां पे वो एक नल को बना रहा है. Praise the Lord. हालेलुया. പക്ഷെ ഉറവയില്ലാത്ത വെല്ലാണത്. वो जो है जहाँ पे श्रोता नहीं है, स्रोत नहीं है पानी का, ऐसा एक हौद, കിണറുണ്ടാക്കി, वहां पे एक हौद बना दिया, പക്ഷെ നീരുറവയില്ലാത്ത കിണർ, लेकिन उस हौद में कोई भी पानी नहीं, ഉറവയില്ലാത്ത കിണർ. जहाँ पे कोई स्रोत नहीं. ഹല്ലേലൂയ. हालेलुया. അത് മാത്രമല്ല, वो सिर्फ नहीं, ഈ കിണർ പൊട്ടക്കിണറാ. वो जो होदा है वो टूटा हुआ है. എന്താ ഈ പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ? एक टूटा हुआ होद का मतलब क्या है? കിണറുണ്ടാക്കും, एक हौद बनाते हैं, അതിനകത്ത് ഉറവയില്ലെങ്കിൽ പൊട്ടക്കിണറാകില്ല. वो उसके अंदर अगर स्रोत नहीं है तो वो जो एक टूटा हुआ नहीं बनता. ഉറവയില്ലെങ്കിലും ഈ കിണറിനെ ഉപയോഗിക്കാം. अगर स्रोत नहीं है तो वे उस जो हौदा को इस्तेमाल कर सकते ആ हैं. ഉറവയില്ലെങ്കിൽ എങ്ങനെയാ ഒരു കിണറിനെ ഉപയോഗിക്കുന്നത്? हौदा के बिना उस जो हौदा के बिना स्रोत का बिना हौदा का इस्तेमाल कैसे നമ്മൾ होगा? ഇന്ന് വാട്ടർ സ്റ്റോറേജ് സിസ്റ്റം ഒക്കെ കണ്ടിട്ടുണ്ട്. हमने कई बार जो है पानी को जो है संभाल कर रखने का वो बारे में देखा. മഴവെള്ള സംഭരണിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. हमने देखा है कैसे बारिश के पानी को संभाल कर रखते हैं. അതിനകത്ത് വരാനുള്ള ഉറവയില്ല, उसके अंदर
आने का स्रोत तो नहीं, പക്ഷെ മഴവെള്ളം വന്ന് അത് കളക്ട് ചെയ്യും. लेकिन उसके अंदर बारिश का पानी आकर गिरकर उसको वहां पे उन लोग संभाल कर रखते അപ്പോൾ हैं. ഉറവയില്ലാത്ത കിണറുകളെ ഉപയോഗിക്കാൻ കഴിയും. तो जहाँ पे स्रोत नहीं, उस प्रकार के हौद का भी जो इस्तेमाल कर सकते हैं. പക്ഷെ ഈ കിണർ പൊട്ടക്കിണറായത് എങ്ങനെയാണെന്ന് അറിയാമോ? लेकिन आप जानते हैं ये जो हौद जो टूट कैसे गया, ഇതിന്റെ അകത്ത് മുഴുവൻ വിള്ളല, इसके अंदर पूरा जो है टूट गया है, ഇതിന്റെ അകത്ത് മുഴുവൻ പൊളിഞ്ഞു കിടക്കുക. इसके अंदर सब कुछ टूटा हुआ है. കിണർ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. सचमुच उन्होंने तो एक हौदा तो बनाया, ആമേൻ. ഉറവയില്ലെങ്കിലും ഇതിന്റെ അകത്ത് മുഴുവൻ വിള്ളലാണ്. उसके अंदर स्रोत तो नहीं है, लेकिन उसके अंदर सब कुछ टूटा हुआ है. എത്ര വെള്ളം വന്നാലും कितना भी पानी आने दो, വെള്ളം നിൽക്കില്ല. वो पानी नहीं रुकेगा. വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. वहाँ पे पानी को पकड़े नहीं रख ആ सकते, വെള്ളം ഒഴുകി പോകുകയാണ്. वो पानी वहाँ से बह जाएगा. എന്നെ ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, आज रात को मुझे सुनने वाले प्यारे लोगों से मैं कहूँ, കർത്താവില്ലാത്ത കിണർ കൂടിയെല്ലാം ആ കിണറല്ല പൊട്ടക്കിണറായി പോകും. परमेश्वर के बिना जो भी हौद बनाता है वो सारे हौद टूटा हुआ होने वाला है. ദൈവ സാന്നിധ്യമില്ലാത്ത കിണറുകൾ പൊട്ടക്കിണറാകും. जो परमेश्वर की उपस्थिति के बिना रहने वाला हौद जो है वो टूटा हुआ हौद कहलाया जाएगा. അധ്വാനിച്ചെന്ന് വരാം, शायद मेहनत तो करेंगे, കഷ്ടപ്പെട്ടെന്ന് വരാം, बहुत मेहनत किया होगा, അവൻ രാത്രികൾ ഉറങ്ങാതെ ഇരുന്നെന്ന് വരാം. रात भर सोए नहीं होंगे, പക്ഷെ ദൈവ സാന്നിധ്യമില്ലാത്ത പണികൾ വൃഥാവായി തീരും. लेकिन परमेश्वर की उपस्थिति के बिना किया हुआ सारे कार्य जो है वो व्यर्थ है. നോക്കിക്ക്, കിണറുണ്ടാക്കി പക്ഷെ പൊട്ടക്കിണറായി പോയി. देखो वहां पे तो हौद बनाए लेकिन वो टूटा हुआ निकला. വെള്ളം വരുന്നുണ്ട് പക്ഷെ വെള്ളം നിൽക്കുന്നില്ല. पानी तो आ रहा है लेकिन पानी वहां पे ठहरता नहीं. ആമേൻ. ദൈവമുള്ളവന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? पता है परमेश्वर जहाँ पे है उनका प्रत्येक क्या है, ആ കിണറിനകത്ത് വെള്ളം നിറയും. उस जो हौद है उसके अंदर पानी उमड़ता है. ആ വെള്ളം നിറഞ്ഞ് കവിഞ്ഞതിന് ശേഷം ഒഴുകാൻ തുടങ്ങും. वो जो है वहां पे पानी उमड़ उमड़ कर बहने लगता है. അത് നിറയാതല്ല ഒഴുകുന്നത്, वो सिर्फ भरने के बाद नहीं, അത് നിറയാതല്ല ഒഴുകുന്നത്, वो पूरा भरने के सिवा आधा भरकर नहीं बहता, അത് നിറഞ്ഞതിന് ശേഷം ഒഴുകാൻ തുടങ്ങും. वो पूरा भरने के बाद ही बहने चालू होता है. Praise God, hallelujah. അവൻ ദൈവ സാന്നിധ്യമുള്ളവൻ നിറഞ്ഞതിന് ശേഷം ഒഴുകും. जिस जन के ऊपर परमेश्वर का उपस्थिति है वो व्यक्ति पूरा भरपूर होने के बाद उसमें से बहने लगता है. അവൻ നിറഞ്ഞതിന് ശേഷം ഒഴുകും. वो भरने के बाद बहता है, അവൻ കൊടുക്കുവാൻ തക്കവണ്ണം നിറയും. वो देने के तक वो बढ़ जाता है എന്നിട്ട് അവൻ ഒഴുകും. और वो बहने लगता है. അവൻ അനേകർക്ക് അനുഗ്രഹമായി और वो തീരും. अनेकों के लिए आशीष का कारण അവന്റെ बनता है. അരികിൽ വരുന്നവർക്ക് അനുഗ്രഹമായി തീരും. उनके पास जो भी आता है उनके लिए आशीष का कारण होता है. ദാഹിക്കുന്നവൻ വന്നാൽ അവന്റെ ദാഹം മാറും. प्यासा व्यक्ति जब आता है उनका प्यास बुझ जाता है. ഇന്ന് രാത്രി എത്ര പേര് നിയോഗത്തെ സ്വീകരിപ്പാൻ തയ്യാറാണ്? कि आज रात को कितने लोग ये वचन को ग्रहण करेंगे? എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ? कितने लोग आज रात को प्रार्थना करेंगे? നിങ്ങളെ നിറച്ചതിന് ശേഷം നിങ്ങളുടെ നിറവിൽ നിന്ന് ഒഴുകാൻ പോകുകയാണ്. आपको भरपूरी में लाने के बाद उस भरपूरी में से बहने चालू होगा. പക്ഷെ ദൈവമില്ലാത്തവൻ लेकिन जिसमें परमेश्वर नहीं അവൻ നിറയത്തില്ല, वो भरता नहीं है, പക്ഷെ അവൻ ഒഴുകും. लेकिन वो बहता है. എങ്ങനെ ഒഴുകുന്നതെന്ന് അറിയാമോ? पता है कैसा बहता है? അടിത്തറ മൊത്തം പൊളിഞ്ഞു കിടക്കുക, उसका जो नींव है पूरा टूटा हुआ है. അടിത്തറ തകർന്നു കിടക്കുക. उसका नींव पूरा टूटा हुआ है. അവനിൽ നിറമില്ലാതെ വരുന്നതെല്ലാം ഒലിച്ചു പോകും. उनके अंदर भरपूरी नहीं होता, जो भी आता है वो ऐसे बह जाता है. അത് ഒഴുക്കല്ല, അത് ഒലിച്ചു പോകയാ. वो जो है ऐसे बहना का स्रोत का तरह बहता नहीं, लेकिन वो जो निकल पड़ता है. അതാണ് പത്രോസ് പറയുന്നത്, इसलिए पत्रोस कहता है നിങ്ങൾ തെറ്റി ഉലയുന്ന ആടുകളെ പോലെയായിരുന്നു. आप तो भटके हुए भेड़ के समान थे, എന്നാൽ ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് ആത്മാക്കളുടെ അധ്യക്ഷന്റെ അരികിലാണ്. लेकिन अभी जो आप आए हैं उस आत्मा के अध्यक्ष के पास है. ഇന്ന് രാത്രി എത്ര പേര് ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറാണ്? कितने लोग आज रात को इस वचन के सामने समर्पित होंगे? ദൈവത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കാമെങ്കിൽ നിങ്ങളെ നിറച്ചതിന് ശേഷം നിങ്ങളെ ഒഴുക്കുമാറാക്കും. अगर परमेश्वर के साथ रहने के लिए आप निर्णय कर लेते हैं तो परमेश्वर जो है आपको भरपूरी में लाने के बाद आप में से स्रोत निकलेगा. കർത്താവില്ലാതെ പണിതാൽ കർത്താവ്
വെള്ളമില്ലാതെ കുടിച്ചാൽ ആ കിണർ പൊട്ടക്കിണറായി മാറും. परमेश्वर के बिना बनाया हुआ जो होना होगा वो जो है टूटा हुआ निकलेगा. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. യഹോവയില്ലാതെ പണിയുന്ന പണി വൃഥാവാണെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. भजन संगीता लिखने वाला कहता है कि जो परमेश्वर के बिना बनाने वाला हर एक कार्य जो है वो व्यर्थ है. എത്ര പേർ ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ സമർപ്പിക്കും? कितने लोग आज रात को इस वचन के सामने समर्पित എത്ര പേർ കർത്താവിനോട് പറയും, कितने लोग परमेश्वर से कहेंगे Lord, we need your presence. कि पिता हमें आपकी उपस्थिति We need चाहिए, your presence. मुझे आपकी उपस्थिति चाहिए. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ബ്രോക്കൺ വെൽസ് ഇന്ന് രാത്രി പണിയപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. जितना टूटा हुआ हौद है वो सब कुछ बन जाने पर यीशु के नाम में. ഇന്ന് രാത്രി കർത്താവിന്റെ ഉറവയിൽ നിന്ന് നമ്മൾ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ. यीशु के नाम में आज रात को परमेश्वर के वो जीवन का जल के स्रोत में से हम सब भरने पाए. നിങ്ങൾ നിറയാൻ പോകുകയാണ് ഇന്ന് രാത്രി. आज रात को भरने वाले हैं. അതെന്തിനാണെന്ന് അറിയാമോ? पता है वो उसका कारण क्या है? നമുക്ക് വേണ്ടിയല്ല. वो हमारे लिए नहीं. നമ്മൾ നിറഞ്ഞിട്ട് ആ ഒഴുക്ക് നിറഞ്ഞ് കവിഞ്ഞെങ്കിൽ മാത്രമേ ഒഴുകി മറ്റുള്ളവരുടെ ദാഹം തീരുകയുള്ളൂ. हमारे अंदर वो भरने के बाद पूरा भरपूरी के साथ वो बहने लगेगा, और जब वो भरपूरी के साथ बहने लगता है तो वो बाकी लोगों के पास तक जाता है. Praise God. Hallelujah. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? हम सब एक क्षण आंखों को बंद करें. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? परमेश्वर की उपस्थिति में प्रार्थना കർത്താവേ, करें. വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. पिता इस वचन के सामने समर्पित होते हैं. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, जैसे पिता परमेश्वर ने कहा, എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. मेरे जन मेरे लोग ने दो प्रकार के बुराइयों को किया. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. वो लोगों ने जो जीवित जल का श्रोता है उसको त्याग दिया. അവർ വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ തന്നെ കുടിച്ചിരിക്കുന്നു. और उन्होंने जो बनाया जो हौद है वो तो टूटा हुआ भी है. Instead of coming back, वापस लौटने के बाद മടങ്ങി വരുന്നതിന് പകരം, वो वापस लौटे नहीं. ആ മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ മടങ്ങി വരുന്നതിന് പകരം वो उड़ाव पुत्र जैसे वापस अपने घर पे लौटा उस प्रकार लौटने के वजह ഇതാ ഒരു കിണറുണ്ടാക്കി, उन्होंने तो जाकर एक जो हौद बना दिया. അധ്വാനിച്ചു, मेहनत तो किया പക്ഷെ പൊട്ടക്കിണറായി പോയി. लेकिन वो तो टूटा हुआ हौद बन गया. Broken foundations. एक दिन टूटा हुआ नींव. ഹല്ലേലൂയ. हालेलुया. പരിശുദ്ധാത്മാവേ, വചനത്തിനായി നന്ദി പറയുന്നു. पवित्र आत्मा ये वचन के लिए धन्यवाद. ഇന്ന് രാത്രി ഞങ്ങളെ കേട്ട എല്ലാ ദൈവജനത്തെ ഏൽപ്പിക്കുന്നു. आज रात को हमें सुने हुए सारे लोगों को तेरे हाथों में ഈ समर्पित करते ഫേസ്ബുക്ക് മാധ്യമത്തിലൂടെ കാണുന്ന എല്ലാ ദൈവജനത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു हैं. പ്രാർത്ഥിക്കുന്നു. इस फेसबुक में से देखने वाले हर एक लोगों को यीशु के नाम में हम आशीषित करते हैं. അവരായിരിക്കുന്ന രാജ്യങ്ങളിൽ അവരൊരു നിറവായിരിക്കട്ടെ. जिस राज्य में वो लोग हैं उस राज्य में उन लोग जो है भरपूरी के साथ रहने पाए. കർത്താവെ, പൊട്ടക്കിണർ പോലെ അകത്ത് നിന്ന് ഒലിച്ചു പോകുന്നതല്ല, പിന്നെയോ ഒരു നല്ല കിണർ പോലെ നിറഞ്ഞതിന് ശേഷം കവിഞ്ഞ് ഒഴുകി അനേകർക്ക് നന്മയായി തീരട്ടെ. पिता परमेश्वर, हमारी यही प्रार्थना है कि शालाधामाना। एक टूटा हुआ एक हौदा के समान नहीं जहां से पानी निकल पड़ता है, बल्कि एक अच्छा हौद जो भरपूरी में आता है, खुद भरने के बाद एक बहाव में आता है. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. वचन सुना हुआ सारे लोगों को आशीषित करना. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में. ഇത്ര സമയം ഞങ്ങളെ പേഷ്യന്റോടെ കേട്ട എല്ലാ ദൈവജനത്തിനും എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും വേഗം വരുന്ന ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you. Amen. अभी तक आप लोग सब ने हमारे सुना. Thank you, Jesus. आप सबको धन्यवाद. प्रभु आप सबको संभाले और रखवाली. Hallelujah. Thank you.